വീഫിൽ ഇലക്ട്രോണിക്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഇതേമാതിരിയുള്ള ഇൻവെർട്ടർ എങ്ങനെ വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്യാം എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതുപോലെ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ വീഡിയോ കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നമുക്ക് തുടങ്ങാം. മൈക്രോടെക്കിൻ്റെ HB 1125 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ്. ഇതൊരു 1125 വിയുടെ ഒരു ഇൻവെർട്ടറാണ്. നമുക്ക് ഏകദേശം ഒരു 900 വാട്ട്സ് ലോഡ് ചെയ്യാൻ പറ്റിയ ഒരു ഇൻവെർട്ടറാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ മെയിനായിട്ട് ഒരു മെയിൻ ഓൺ ഇൻഡിക്കേറ്ററാണ് ആദ്യമായിട്ട് വരുന്നത്. അതായത് നമുക്ക് കറണ്ടിലാണോ വർക്ക് ചെയ്യണത് എന്നറിയാനായിട്ടാണ് ഈ ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുന്നത്. രണ്ടാമതായി കാണാൻ പറ്റുക UPS ഓൺ എന്ന് പറഞ്ഞ ഒരു ഇൻഡിക്കേറ്ററാണ്. അതായത് നമ്മളിത് ബാറ്ററിയിലാണോ വർക്ക് ചെയ്യണത് എന്നറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ഇത് ചാർജിങ് നടക്കുന്നുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ചാർജിങ്ങിൻ്റെ ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുന്നത്. പിന്നീട് വരുന്നതാണ് ഓവർലോഡ്. അതായത് നമ്മുടെ ഈ ഒരു ഇൻവെർട്ടറിൻ്റെ വാട്ടിനേക്കാളും കൂടുതൽ ലോഡ് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഓവർലോഡ് അടിക്കും. അപ്പോൾ നമ്മൾ ലോഡുകൾ കുറച്ച് ഉപയോഗിക്കുക. അടുത്തായിട്ട് വരുന്നതാണ് ബാറ്ററിയിലോ. അതായത് നമ്മൾ കറണ്ടൊക്കെ പോയിട്ട് കുറേ നേരം ഇൻവെർട്ടർ ഉപയോഗിക്കുമ്പോൾ ഒരു നിശ്ചിത വോൾട്ടിന് താഴത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഈ ഇൻവെർട്ടർ ബാറ്ററിയിലോ കാണിക്കും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചെങ്കിൽ നമ്മൾ ലോഡുകളൊക്കെ കുറച്ചിട്ട് ഇത് ഓഫ് ചെയ്ത് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നെക്സ്റ്റ് വരുന്നതാണ് CB ട്രിപ്പ് എന്ന് പറയുന്നത്. നമുക്ക് എന്തെങ്കിലും ലൈനിൽ എന്തെങ്കിലും സ്പൈക്കോ അതല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾക്ക് ഇതിൽ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ഓവർലോഡ് വരികയാണെങ്കിൽ ഈ ബാക്കിലത്തെ ഈ ഒരു സ്വിച്ച് ട്രിപ്പാവും. അപ്പോൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ഉപയോഗിക്കാം. ഇത്രയും കാര്യമാണ് നമ്മുടെ ഇതിൻ്റെ ഫ്രണ്ട് പാനലിൽ വരുന്നത്. ഇനി നമുക്കിതിൻ്റെ ബാക്കിൽ എന്തൊക്കെ കാര്യമുണ്ട് നോക്കി നോക്കാം. ബാക്കിൽ മെയിനായിട്ട് ഇത് ഒരു ഇൻപുട്ട് കോഡ് വയർ ഇൻപുട്ട് ചെയ്യാനായിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരു ഔട്ട്പുട്ട് സോക്കറ്റ് നമുക്ക് ഔട്ട്പുട്ട് എടുക്കാനായിട്ട്. പിന്നെ നേരത്തെ പറഞ്ഞ ഒരു CB ട്രിപ്പ് ഓവർലോഡ് വരുമ്പോൾ ട്രിപ്പ് ആവാനുള്ളത്. അതേമാതിരി തന്നെ ഒരു കൂളിംഗ് ഫാൻ, അതായത് ഓവർ ഹീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇത് കൂളിംഗ് ചെയ്യാനായിട്ടുള്ള ഒരു കൂളിംഗ് ഫാൻ, ഒരു ബൈപ്പാസ് സ്വിച്ച്, പിന്നെ ചാർജിങ് കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു ചാർജിങ്ങിൻ്റെ സ്വിച്ച്, ഇൻപുട്ട് സെലക്ട് ചെയ്യാനായിട്ട് ഇൻപുട്ടിൻ്റെ സ്വിച്ചും, പിന്നെ ഒരു ചാർജിങ് വോൾട്ടേജ് സെറ്റർ സ്വിച്ചും, പിന്നെ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യാനായിട്ടുള്ള പോസിറ്റീവ് നെഗറ്റീവ് വയറുകളും. ഇത്രയാണ് ഇതിൻ്റെ ബാക്കിൽ വരുന്നത്. ഇതിൻ്റെ വർക്കിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത് 12 വോൾട്ടാണ്. അതായത് പുറത്ത് കൊടുത്തിട്ടുണ്ട്. സിംഗിൾ ബാറ്ററി വെച്ചാണ് ഇത് ഉപയോഗിക്കേണ്ടത്. അതേമാതിരി തന്നെ ഇതിൻ്റെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ ഇത് UPSൻ്റെ മോഡൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഇൻപുട്ട് വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട്, ഔട്ട്പുട്ട് വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട്, കപ്പാസിറ്റി എന്ന് പറഞ്ഞത് കൊടുത്തിട്ടുണ്ട് 1125 VA, അതായത് 900 വാട്ട്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതേമാതിരി തന്നെ നമുക്കിത് സിംഗിൾ ബാറ്ററിയിൽ വർക്ക് ചെയ്യുക, അതുകൊണ്ട് 12 വോൾട്ട് DC എന്നും കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ബാക്കിലത്തെ സ്റ്റിക്കറിൽ കൊടുത്തേക്കണത്. അടുത്തായിട്ട് നമുക്കിത് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ നമുക്ക് നോക്കി നോക്കാം. ഏതൊരു ഇൻവെർട്ടറും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ കണക്ട് ചെയ്തേണ്ടത് നമ്മുടെ ഈ ബാറ്ററിയാണ്. ബാറ്ററി കണക്ട് ചെയ്തതിന് ശേഷമാണ് ബാക്കിയുള്ള എന്തും ഇതിലേക്ക് കണക്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പം നമുക്ക് വയറിംഗ് ഒന്ന് നോക്കി നോക്കാം. ഇതാണ് ഇതിൻ്റെ ഒരു സിമ്പിളായിട്ടുള്ള ഡയഗ്രാം എന്ന് പറയുന്നത്. നമുക്കിതിൽ നോക്കുകയാണെങ്കിൽ നമുക്കിത് ലൈനിങ് നോട്ടിൽ നേരെ മീറ്റർ ബോക്സിൽ കയറി അവിടെ നിന്ന് നേരെ മെയിൻ സ്വിച്ചിലേക്ക് കയറി അവിടെ നിന്ന് വരെയാണ് നമുക്ക് ലോഡിലേക്ക് പോണത്. ന്യൂട്രൽ എന്ന് പറയുന്നത് കോമൺ ആണ്. അത് നേരത്തെ ലോഡിലേക്ക് പോയി. നമ്മളെന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മെയിൻ സ്വിച്ചിൽ നിന്ന് വരുന്ന വയർ കട്ട് ചെയ്യണം. അത് കട്ട് ചെയ്തിട്ട് ആ വയറെന്ന് പറയുന്നതാണ് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നതാണ് നേരെ ലോഡിലേക്ക് പോണത്. ഇതാണ് ഇതിൻ്റെ സിമ്പിളായിട്ടുള്ള ഡയഗ്രാം. അതിനെ എവിടെയും കാണിച്ചേക്കുന്നത്. നേരെ മീറ്റർ ബോക്സിൽ നിന്ന് നേരെ മെയിൻ സ്വിച്ചിലേക്ക് കയറി അവിടുന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചെങ്കിൽ ഒരു 3 പിൻ സോക്കറ്റിലേക്ക് കയറണം. അതിൽ
ഇതാണ് ഇതിൻ്റെ ന്യൂട്രലിൻ്റെ വയറിംഗ് എന്ന് പറയുന്നത്. നമ്മൾ കാണിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സോക്കറ്റ് വഴി ഇങ്ങനെ വരച്ചു എന്ന് മാത്രം. അപ്പോൾ നമ്മുടെ ലൈനും ന്യൂട്രലും നേരെ ഒരു 3 പിൻ സോക്കറ്റിലേക്ക് കയറണം. അതിൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് പറഞ്ഞതാണ് ന്യൂട്രൽ, റൈറ്റ് സൈഡിൽ നിന്ന് പറഞ്ഞതാണ് ലൈൻ. അങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു സോക്കറ്റ് നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പോൾ ഇൻവെർട്ടറിൻ്റെ ഇൻപുട്ടാണ് ഈ സോക്കറ്റിൽ കൊടുക്കേണ്ടത്. നമ്മൾ ഈ ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് റൈറ്റ് സൈഡിൽ ലൈനും ലെഫ്റ്റ് സൈഡിൽ ന്യൂട്രലാണ്. അപ്പോൾ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സോക്കറ്റിൽ ഇതേമാതിരി റൈറ്റ് സൈഡിൽ ന്യൂട്രലും ലെഫ്റ്റ് സൈഡിൽ ലൈനായിട്ട് ഒരു വയറിങ് ചെയ്തിട്ട് ആണ് നമ്മൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എടുക്കുന്നത്. ഇങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ വയറിങ് വരുന്നത്. പിന്നെ ഏതൊരു സോക്കറ്റും പിന്നെടുത്താലും അതിൻ്റെ പുറത്ത് ന്യൂട്രലും ഫേസും കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടാവും. അത് വെച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ വേറെ കൺഫ്യൂഷൻ വരില്ല. ഈ ഇൻവെർട്ടറിൻ്റെ ഇൻപുട്ട് പിന്നെ നോക്കുകയാണെങ്കിൽ അത് ലൈൻ, ന്യൂട്രൽ, എർത്ത് എന്നുള്ള വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ സോക്കറ്റ് സെറ്റ് ചെയ്യുന്നത്. സോക്കറ്റിൻ്റെ പുറത്തും ഇതേമാതിരി ലൈന്, ന്യൂട്രൽ, എർത്ത് എന്ന് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടാവും. നമ്മുടെ ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ട് സോക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇതിൽ റൈറ്റ് സൈഡിൽ എന്ന് പറയുന്നതാണ് ലൈൻ, ലെഫ്റ്റ് സൈഡിൽ ന്യൂട്രൽ, അങ്ങനെയാണ് വരിക. ഇതാണ് നമ്മുടെ മെയിൻ സ്വിച്ച് എന്ന് പറയണത്. നമുക്കിതൊന്ന് തുറന്ന് നോക്കി നോക്കാം. ഇതിൽ താഴത്താണ് മീറ്റർ ബോക്സിൽ നിന്നുള്ള വയറ് കയറി വരുന്നത്. അതേമാതിരി ഫ്യൂസ് വഴിക്ക് മുകളിൽ നമ്മൾ നേരെ ലോഡുകളിലേക്ക് പോകണം. ഇതിൽ ഈ ബ്ലാക്ക് വയറാന്ന് പറയുന്നതാണ് ന്യൂട്രൽ. അതേപോലെ തന്നെ റൈറ്റ് സൈഡിലത്തെ യെല്ലോ വയറാന്ന് പറയുന്നതാണ് ലൈൻ എന്ന് പറഞ്ഞ് വേണത്. നമ്മൾ ന്യൂട്രലിൽ ഈ ബ്ലാക്ക് വയർ കോമൺ ആയിട്ട് എടുക്കണം. അതേമാതിരി തന്നെ യെല്ലോ വയർ കട്ട് ചെയ്യണം. കട്ട് ചെയ്ത യെല്ലോ വയർ ഇൻവെർട്ടറിൻ്റെ ഇൻപുട്ടിലേക്കും അതേമാതിരി തന്നെ ഔട്ട്പുട്ട് എടുത്തിട്ട് ഈ കട്ട് ചെയ്ത ഭാഗത്തും കൊടുക്കണം. അങ്ങനെയാണ് ഇതിൻ്റെ വയറിങ് വേണ്ടത്. നമുക്ക് നോക്കി നോക്കാം. നമുക്ക് കാണാൻ പറ്റും, നമ്മളൊരു ന്യൂട്രൽ പോയിൻ്റ് എടുത്തിട്ടുണ്ട്. അതായത് ബ്ലാക്കാണ് ന്യൂട്രൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ബ്ലാക്ക് വയർ ഒരു 2.5 mm വെച്ചിട്ട് നമ്മൾ ന്യൂട്രൽ പോയിൻ്റിൽ നിന്ന് ഒരു വയർ എടുത്തിട്ടുണ്ട്. അതേമാതിരി ഇവിടെ ഈ വയർ കട്ട് ചെയ്തിട്ടുണ്ട്. ആ ബ്ലാക്ക് എന്ന് പറയുന്നതാണ് നമ്മൾ ലോഡിലേക്ക് പോകുന്നത്. അതാണ് നേരെ ഫ്യൂസിലേക്ക് കയറി പോകുന്നത്. അത് നമ്മൾ ബ്ലാക്ക് വയർ എടുത്തിട്ടാണ് നമ്മൾ ഔട്ട്പുട്ട് സോക്കറ്റിലേക്ക് പോകുന്നത്. അതേമാതിരി റെഡ് എന്ന് പറയുന്നതാണ് ഇത് ഇൻപുട്ട് സോക്കറ്റ്. ഈ റെഡ് അത് നമ്മൾ നേരെ മെയിൻ സ്വിച്ചിൽ നിന്ന് വരുന്നതാണ്. അതവിടെ കട്ട് ചെയ്തിട്ട് നമ്മളൊരു റെഡ് വയർ കൊടുത്തു. അതാണ് നമ്മൾ ഇൻപുട്ട് സോക്കറ്റിലേക്ക് പോകുന്നത്. നമ്മുടെ ഇൻപുട്ട് സോക്കറ്റ് എന്ന് പറയുന്നതാണ് ഇതേ സോക്കറ്റിൽ റെഡ് എന്ന് പറയുന്നതാണ് നമ്മുടെ ലൈൻ ഇന്ന് കോമൺ ന്യൂട്രൽ എടുത്തു. പിന്നെ നമ്മൾ ഔട്ട്പുട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു വയർ എടുത്തിട്ടുള്ളൂ, ഒരു സിംഗിൾ വയർ എടുത്തിട്ടുള്ളൂ ഫേസ് ഔട്ടിന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ന്യൂട്രലും കൂടി വേണമെങ്കിൽ കൊടുക്കാം. ഞാൻ ഇവിടെ സിംഗിളായിട്ട് ഒരു ലൈൻ എടുത്തിട്ടുള്ളൂ. അതേമാതിരി കണ്ടില്ലേ, ഈ സോക്കറ്റിൽ ഇതേമാതിരി കണക്ട് ചെയ്യുക. നമ്മൾ റൈറ്റ് സൈഡിൽ ലൈനും ലെഫ്റ്റ് സൈഡിൽ ന്യൂട്രലും വരുന്ന രീതിക്ക് നമ്മളിത് കണക്ട് ചെയ്തേക്കണം. നമ്മുടെ സോക്കറ്റുകൾ ഉറപ്പിച്ചിട്ടുണ്ട്. വയറ് മെയിൻ സ്വിച്ചിൽ നിന്ന് വന്നിട്ട് കൊടുത്തേക്കണം. അതേപോലെ തന്നെ നമ്മുടെ ഔട്ട്പുട്ട് സോക്കറ്റും വയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതിൽ കുത്തി നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധാരണ വർക്ക് ചെയ്യണം. വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇൻവെർട്ടറിൻ്റെ ബാറ്ററിയൊക്കെ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ പോസിറ്റീവിലേക്കും നെഗറ്റീവിലേക്കും കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചോളാം. അതല്ലെങ്കിൽ ഇൻവെർട്ടർ കത്തിപ്പോവും. നമ്മുടെ സോക്കറ്റ് എടുത്തിട്ട് നേരെ ഇൻവെർട്ടറിൻ്റെ ബാക്കിൽ കുത്താം. അതേമാതിരി തന്നെ ഇൻപുട്ട് സോക്കറ്റ് എടുത്തിട്ട് നമുക്കിത് ഈ സോക്കറ്റിലേക്കും കുത്താം. നമ്മൾ മെയിൻ ഓൺ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളെ ഇൻവെർട്ടർ വർക്ക് ചെയ്യുന്നുണ്ട്. UPS ഓൺ കാണിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇൻവെർട്ടറിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് കാണിക്കാനായിട്ട് നമ്മൾ മെയിൻ സ്വിച്ച് ഓൺ ചെയ്തു. അപ്പോൾ ഇത് മെയിൻ ഓൺ കാണിക്കുന്നുണ്ട്. UPS ഓഫായി. നമ്മൾ ഈ സ്വിച്ചിൽ UPSൻ്റെ ഇത് കത്തിക്കൊണ്ട് കിടക്കുന്നുണ്ട്. പിന്നെ ചാർജിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇൻവെർട്ടർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും വയറിങ്ങുകളും. പിന്നെ ഈ വക കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത്യാവശ്യം ഇലക്ട്രിക്കലിനെ കുറിച്ചിട്ട് അറിവുള്ള വ്യക്തികൾ മാത്രം ഈ പണികൾ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ
ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.